ഗുഡ് ഈവനിങ്. നമുക്കിന്ന് നമ്മുടെ ചാപ്റ്റർ 3 ഏതാണ്ട് കംപ്ലീറ്റ് ആയിരുന്നു. അതിൽ 2 ടോപ്പിക്കും കൂടെ ഉള്ളൂ. അത് നമ്മൾ ഈ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനത് കവർ ചെയ്ത് പൊക്കോളാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പ്രോബ്ലംസ് ഡിസ്കഷൻ ആണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ദ കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റം വൈൽ ആനിയോൺ ഈസ് ലാർജർ. ജസ്റ്റിഫൈ. ഓക്കെ, നമ്മൾ പഠിച്ച റീസൺ ആണ്. ഒരു കാറ്റയോൺ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ ചെറുതും എന്നാൽ ആനിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രൽ ആറ്റത്തിനേക്കാൾ വലുതുമാണ്. ഇപ്പൊ നമ്മളത് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി. സോഡിയം എടുക്കുക, സോഡിയം പ്ലസ് എടുക്കുക. ഓക്കെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഓക്കെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ ഒരാൾ പോകുമ്പോഴല്ലേ എന്നെ പ്ലസ് ആവുന്നത്. അപ്പൊ അവരുടെ അറ്റോമിക് നമ്പർ എത്ര? 10 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ നമ്പറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. 11 എന്നുള്ള ഇലക്ട്രോൺ ആണ് 10 ആയിട്ട് മാറിയത്. പക്ഷേ ഇസഡ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് 11ഉം ഇവിടെയും 11 തന്നെയാണ്. ന്യൂക്ലിയർ ചാർജിന് ചേഞ്ച് വരുന്നില്ല, അത് എപ്പോഴും ഓർത്തോളുക. അപ്പോ ഈ കേസിൽ നമ്മള് സോഡിയം പ്ലസിന്റെയും നോക്കുമ്പോൾ അവരുടെ എഫക്റ്റീവ് ചാർജ് എന്ന് പറയുന്നത് സോഡിയം പ്ലസിന്റെയും ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് സോഡിയം പ്ലസിന് കൂടുതലാണ്. കാരണം അവിടെ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു. അപ്പൊ 10 ഇലക്ട്രോണിനെ പിടിച്ചു വെക്കാനായിട്ട് 11 പ്രോട്ടോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ അവരുടെ ന്യൂക്ലിയർ ചാർജ് എന്ന് വെച്ചാൽ കൂടുതലാണ്. എന്നാൽ സോഡിയത്തിന്റെയോ 11 ഇലക്ട്രോൺസിന് 11 പ്രോട്ടോൺസ് ഈക്വൽ ആണ്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ 10 പേരെ കീപ്പ് ചെയ്യാനായിട്ട് 11 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോ ന്യൂക്ലിയസുമായിട്ടുള്ള ആ ഇലക്ട്രോൺസിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അവിടെ കൂടുതലായിരിക്കും. ഏതിന്റെ കേസില്? കാറ്റയോൺസിന്റെ കേസിൽ. അപ്പൊ അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ റേഡിയസ് ഡിക്രീസ് ചെയ്യുക എന്നല്ലേ അർത്ഥം. സോ കാറ്റയോൺ എന്ന് പറയുന്നത് അവരുടെ പേരന്റ് ആറ്റത്തിനേക്കാൾ ചെറുതായിരിക്കും, അവരുടെ സൈസ് ചെറുതായിരിക്കും. എന്നാൽ ആനിയോന്റെ കേസ്, ആനിയോണില് നിങ്ങൾ ക്ലോറിന്റെ കേസ് എടുക്കാം. ക്ലോറിനും Cl മൈനസും. ഓക്കെ, Clന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 17 ആണ്. ഓക്കെ, അപ്പോ Cl മൈനസ് എന്ന് വെച്ചാൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കേട്ടോ ചേഞ്ച് ആവുന്നത്. അവരുടെ ഇസഡ് എഫക്റ്റീവിന് ചേഞ്ച് ഇല്ല. ഇസഡ് എഫക്റ്റീവ് 2 കേസിലും 17 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ 18 ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് 17 പ്രോട്ടോൺസേ ഉള്ളൂ. അതായത് അവിടുത്തെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവാണ്. എന്തിനെ വെച്ച് നോക്കുമ്പോൾ? Clനെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കുറവാണെന്ന് വെച്ചാല് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണെന്നല്ലേ അർത്ഥം. ഓക്കെ, അപ്പൊ അട്രാക്ഷൻ കുറവാണെങ്കിൽ അവരുടെ സൈസ് എന്തായിരിക്കും? വലുതായിരിക്കും. ഓക്കെ, അപ്പം Clനെ വെച്ച് നോക്കുമ്പോൾ, പേരന്റ് ആറ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ആനിയോന്റെ സൈസ് എന്ന് പറയുന്നത് വലുതാണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റീസൺ. ഇവിടെ നമ്മുടെ ആൻസറിൽ പറഞ്ഞേക്കുന്നത് ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ കാറ്റയോൺസ് അല്ലെ. കാറ്റയോൺസില് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഹൈ ആണ്. But in anions, the addition of one or more electrons would result in an increased electronic repulsion. നമ്മൾ ആനിയോൺസിന്റെ കേസിൽ ഒരു ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ റിപ്പൾഷൻ കൂടുന്നുണ്ട്. ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടും. റിപ്പൾഷൻ കുറയ്ക്കാനായിട്ട് അവർ എന്ത് ചെയ്യാൻ നോക്കും? അവര് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയ്ക്കാൻ നോക്കും. ഓക്കെ, റിപ്പൾഷൻ കൂടുതലാണ്, അതുപോലെ അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവാണ്. സോ ആനിയോൺസിന്റെ സൈസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എലമെന്റ്സ് ഹാവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോൺ ആക്ടിവിറ്റി. ഓക്കെ, നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആക്ടിവിറ്റി രണ്ടും കണ്ട ടേംസ് തന്നെയാണ്. ഇനി അതിൽ V2 elements belongs to the same group. One of us has the highest electron activity and other highest electron gain enthalpy. Identify us. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 പേര് ഒരേ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. അതിൽ ഒരാൾക്ക് ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഒരാൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഹയസ്റ്റ്. അങ്ങനാണെങ്കിൽ അവർ ആരായിരിക്കും? നമ്മൾ പഠിച്ചതാണ് ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണ് അല്ലെ. അപ്പൊ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റീവ് എന്ന് പറയുന്നത് ആരാണ്? ഫ്ലൂറിൻ ആണ്. ദെൻ ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ ആർക്കാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ ഓർക്കുന്നില്ലേ? ഫ്ലൂറിനേക്കാൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലാണ്. അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു, ഒരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു അവരുടേത്. ഓക്കെ, അപ്പൊ 2 പേര് നമുക്ക് കിട്ടി. ഹയസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള ആളും കിട്ടി, ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള ആളെയും കിട്ടി. ഓക്കെ, ദെൻ
നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലോട്ട്, ഓക്കെ, ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം എന്ന് പറയുന്ന ഒരു എക്സിലോട്ട് ഞാൻ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് അവരെ ആനിയോൺ ആക്കി മാറ്റും. ഓക്കെ, ഒരു അയോൺ ആക്കി മാറ്റുമ്പോൾ ആ പ്രോസസ്സിൽ സംഭവിക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എന്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ an electron is added to the outermost shell of an isolated gaseous atom. ഐസൊലേറ്റഡ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഗേഷ്യസ് ആറ്റത്തിലോട്ട് ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ സംഭവിക്കുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ് ഓഫ് നോബിൾ ഗ്യാസസ് ആർ 0. നോബിൾ ഗ്യാസസിന്റെ കേസിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിന് റീസൺ എന്തായിരുന്നു? നോബിൾ ഗ്യാസസിന്റെ ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദ ലാസ്റ്റ്, നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ അതിന്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നല്ലേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനിലുള്ള നോബിൾ ഗ്യാസസിലോട്ട് നമ്മളൊരു ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ, ഓക്കെ, ഇലക്ട്രോണെ ആഡ് ചെയ്യുമ്പോൾ അവിടെ അൺസ്റ്റേബിൾ കോൺഫിഗറേഷനിലോട്ട് മാറും. അതായത് എന്താണ്, അവർക്ക് നെക്സ്റ്റ് ഹയർ ലെവൽ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേബിൾ ഒക്ടക്റ്റ് കോൺഫിഗറേഷനിൽ ഇരിക്കുന്ന നോബിൾ ഗ്യാസസിലോട്ട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്ത് അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ ആകും. അതുകൊണ്ടാണ് അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻസ്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് നല്ലപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അപ്പൊ പാടില്ല. ഓക്കെ, then next, who introduced the periodic law of elements for the first time? ഫസ്റ്റ് ടൈമില് പീരിയോഡിക് ലോ എന്താ നൽകിയത് ആരായിരുന്നു? മെന്റലീവ്സ് ആയിരുന്നു അല്ലെ ഫസ്റ്റ് ടൈമില്. ദെൻ മോഡേൺ പീരിയോഡിക് ലോ വന്നത്. അപ്പൊ ആദ്യത്തേത് ആരുടെ ലോ ആയിരുന്നു? പീരിയോഡിക് ലോ മെന്റലീവ്സിന്റെ ആയിരുന്നു. അത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? The properties of the elements are a periodic function of their atomic weight. ഓക്കെ, ഒരു എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അവരുടെ അറ്റോമിക് വെയ്റ്റ്സിന് അല്ലെ അറ്റോമിക് മാസിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. അതാണ് നമ്മൾ മെന്റലീവ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുവാണ് സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യുക. അതെന്താ പറഞ്ഞത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ അറ്റോമിക് നമ്പേഴ്സ്. ഓക്കെ, ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അത് എന്തിന്റെ ഫംഗ്ഷൻ ആണ്? അറ്റോമിക് നമ്പറിന്റെ ഫംഗ്ഷൻ ആണ്. മെന്റലീവ്സിന്റെ ആണെങ്കിൽ അറ്റോമിക് വെയിറ്റ്, മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ആണെങ്കിൽ അത് അറ്റോമിക് നമ്പർ ആണ്. രണ്ടും തിരിഞ്ഞു പോവരുത്. ഓക്കെ അല്ലേ? ദെൻ അക്കൗണ്ട് ഫോർ ദി ഫോളോവിങ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആവട്ടെ. ഇത് പല തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. അയണൈസേഷൻ എൻതാൽപ്പി നൈട്രജന്റേതാണ് ഓക്സിജനേക്കാൾ കൂടുതൽ. അതിന്റെ റീസൺ എന്ത്? നമ്മൾ ആദ്യം എന്ത് എഴുതണം? നൈട്രജന്റെ കോൺഫിഗറേഷൻ എഴുതുക. നൈട്രജന്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു? 1s2 2s2. നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. ഓക്കെ, ഓക്സിജന്റേതോ 1s2 2s2 2p4 ആണ്. ഓക്കെ, ഇതിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ ലോസ് ചെയ്യുക എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ കേസില് നൈട്രജന്റെ കേസില് സ്റ്റേബിൾ p3 എന്ന് വെച്ചാൽ ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ നിന്ന് ഇലക്ട്രോൺസ് ലോസ് ചെയ്യാൻ ഒത്തിരി എനർജി വേണ്ടി വരും. പക്ഷെ ഓക്സിജന്റെ കേസില് p4, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡും അല്ല ഹാഫ് ഫിൽഡും അല്ല. അപ്പൊ ആ ഒരു കേസില് ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്ത് p3 ആകാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ കുറച്ച് എനർജി കൊടുത്താൽ മതി. ഓക്സിജന്റെ കേസിൽ വേഗം ഇലക്ട്രോൺസ് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെക്സ്റ്റിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. ഓക്കെ, നമ്മൾ ടെക്സ്റ്റില് പറയുന്നുണ്ട് നൈട്രജൻ ആറ്റത്തിന്റെ കേസിൽ 3 2p ഇലക്ട്രോൺസ് ആണ്. പക്ഷെ ഓക്സിജൻ ആറ്റത്തില് 4 2p ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ആ 4 2p എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പൊ അവിടെ റിപ്പൾഷൻ കൂടുതലാണ്. ഓക്സിജന്റെ കേസില് ഒരേ പിയിൽ തന്നെ 4 ഇലക്ട്രോൺസ് വരുക. അപ്പൊ അവിടുത്തെ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലാണ്.
ഇപ്പൊ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, ആ 4th ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മൾ നൈട്രജനെ വെച്ച് നോക്കുമ്പോൾ. Then atomic radius decreases from left to right in a period. ഇത് നമ്മള് റേഡിയസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകും തോറും എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്, കുറയും എന്നാ പറയുന്നത്. ഓക്കെ, ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോഴത്തേനും ഇത് വലിയ ആൾ എന്തായിട്ട് മാറും, ചെറുതായിക്കൊണ്ടിരിക്കും. അതിന് റീസൺ എന്തായിരുന്നു, അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് പീരീഡിലോട്ട് പോകും തോറും നമ്മൾ പുതിയ ഇലക്ട്രോൺസ് അവിടെ ആഡ് ചെയ്താലും അത് സെയിം വാലൻസ് ഷെല്ലിലായിരിക്കും പോകുന്നത്. ഇപ്പൊ 2p ഞാൻ അവിടെ അതായത് 2p തന്നെയാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക. അതായത് അവിടുത്തെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതായത് ഇതാണ് ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അല്ലാതെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. ഓക്കെ, അപ്പൊ അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, പക്ഷെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. അപ്പൊ അവിടുത്തെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അതായത് അവിടുത്തെ ന്യൂക്ലിയസും ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ അതിനോട് അടുപ്പിച്ച് പിടിക്കും. ഓക്കെ, along a period number of shells remains the same and nuclear charge increases 1 by 1, so atomic radius decreases. Okay, ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then electron gain enthalpy of fluorine is less negative than that of chlorine. നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി പഠിച്ചപ്പോ ഒരു അനോമലസ്, ഒരു എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു, ഫ്ലൂറിന്റേതും ക്ലോറിന്റേതും. ഓക്കെ, അതിൽ എന്തായിരുന്നു, ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 2s2 2p5 ആണ് അല്ലെ. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 3s2 3p5 ആണ്. ഓക്കെ, അപ്പോ ഫ്ലൂറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അത് സെക്കൻഡ് ഷെല്ലിലോട്ടാണ് പോകുന്നത് അല്ലെ, 2p പോകുന്നത്. അപ്പോ ഫ്ലൂറിൻ എന്ന് പറയുന്നത് ചെറിയ സൈസ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേനും ചെറിയൊരാളിലോട്ട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ റിപ്പൾഷൻ കൂടുതലായിരിക്കും. പക്ഷെ ക്ലോറിന്റെ കേസിൽ ലാർജർ ആണ് ഈ 3p ഷെൽ എന്ന് പറയുന്നത്. സോ അവിടുത്തെ റിപ്പൾഷൻ കുറവായിരിക്കും. അപ്പൊ റിപ്പൾഷൻ കുറവാകുമ്പോഴത്തേനും അതിലോട്ട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യൽ എളുപ്പമാണല്ലോ. റിപ്പൾഷൻ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. ഓൾറെഡി റിപ്പൾഷൻ നിൽക്കുന്ന ഒരാളോട്ട് വീണ്ടും ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് റിപ്പൾഷൻ കൂടാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പൊ അവർ എന്ത് ചെയ്യാൻ നോക്കും, റിപ്പൾഷൻ കുറയുന്നതാണ് സ്റ്റെബിലിറ്റിക്ക് കാരണം. ഓക്കെ, അപ്പോ റിപ്പൾഷൻ കുറവുള്ളത് ആർക്കാണ്, ക്ലോറിൻ ആണ്. കാരണം ക്ലോറിന്റെ കേസിൽ അവർ കുറച്ചും കൂടെ സൈസ് ഉള്ള ആളാണ്. 3p ഷെല്ലുണ്ട്, സൈസ് ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ എളുപ്പമാണ് അവർക്ക്, അത്ര റിപ്പൾഷൻ ഇല്ല ആരെ വെച്ച് നോക്കുമ്പോ, ഫ്ലൂറിനെ വെച്ച് നോക്കുമ്പോ. അതുകൊണ്ടാണ് ഫ്ലൂറിന്റെ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി ലെസ് നെഗറ്റീവ്. നമ്മൾ പറഞ്ഞായിരുന്നു നെഗറ്റീവ് സൈനിലാണ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി. ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി കൂടുക എന്ന് വെച്ചാൽ മോർ നെഗറ്റീവ് ആവുക എന്നാണ്. പക്ഷെ ഫ്ലൂറിന്റെ കേസിൽ അത് ലെസ് നെഗറ്റീവ് ആണ് ആസ് കമ്പയർഡ് ടു ക്ലോറിൻ. അതൊരു അനോമലസ് പ്രോപ്പർട്ടി, സോറി, ഒരു എക്സെപ്ഷണൽ കേസ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർക്കുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Development of periodic table has made the study of elements and their compounds easier. Discuss about the main features of Mendeleev's periodic table. Okay. Mendeleev's periodic table ന്റെ main features പറയുക. Okay. Mendeleev's periodic table ലെ main features എന്ന് പറയുന്നത് he classified the elements in the increasing order of their atomic weight. ഒരു പോയിന്റ്, അറ്റോമിക് വെയിറ്റിന്റെ ഓർഡറിലാണ്, ഇൻക്രീസിംഗ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്. ദെൻ അദ്ദേഹം എന്താണ് അവിടെ എലമെന്റ്സിനെ ഹൊറിസോണ്ടൽ റോസ് ആയിട്ടും കോളംസും ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. He arranged elements in horizontal rows and vertical columns of a table. A second point. So elements with similar properties occupied the same vertical column or group. Okay, same properties ഉള്ള ഒരേ ഗ്രൂപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Then അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനായിരുന്നു? Mendeleev give more importance to the similarities in the empirical formulas. Empirical formulasനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. And properties of the compounds formed by the elements. Okay, അതായത് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അവരുടെ പ്രോപ്പർട്ടീസിനും അതുപോലെ എംപിരിക്കൽ ഫോർമുലയിലുമാണ് അവർ കൂടുതൽ എന്താണ് പ്രയോറിറ്റി കൊടുത്തത്. Then he proposed a periodic law which states that properties of elements are the periodic function of their atomic weights. Okay, അത് നമ്മൾ പറഞ്ഞാണ്. Then സിമിലർ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ഗ്രൂപ്പിലായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, he left some vacant places or gaps for the undiscovered elements in the periodic table and predicted some of their properties. അദ്ദേഹം
പീരിയോഡിക് ടേബിളിൽ കുറച്ച് ഗ്യാപ്പ്, കുറച്ച് വേക്കന്റ് സ്പേസ് വിട്ടിരുന്നു, അതായത് അൺഡിസ്കവേർഡ് എലമെന്റ്സിന് വേണ്ടി. ഓക്കെ, എന്നിട്ട് ആ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും അദ്ദേഹം പ്രൊഡിക്ട് ചെയ്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഗാലിയത്തിന്റെയും ജെർമേനിയത്തിന്റെയും എക്സാമ്പിൾ കൊടുക്കാം. ഹി ലെഫ്റ്റ് ദ ഗ്യാപ്പ് അണ്ടർ അലുമിനിയം ആൻഡ് സിലിക്കൺ. സിലിക്കണിനും അലുമിനിയത്തിനും താഴെയാണ് അദ്ദേഹം ഗ്യാപ്പ് ഇട്ടത്. എന്നിട്ട് അലുമിനിയത്തിനെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ഏക അലുമിനിയം എന്നും, സോറി ഗാലിയത്തിനെ നമ്മൾ ഏക അലുമിനിയം എന്നും വിളിച്ചു. ദെൻ ജെർമേനിയത്തിന് ഏക സിലിക്കൺ എന്നും വിളിച്ചു. ഓക്കെ, ഗാലിയത്തിന് ഏക അലുമിനിയം എന്നും ജെർമേനിയത്തിന് ഏക സിലിക്കൺ എന്നും വിളിച്ചു. എന്നിട്ട് അവരുടെ പ്രോപ്പർട്ടീസ് പ്രഡിക്റ്റ് ചെയ്തു. ദെൻ അത് ഡിസ്കവർ ചെയ്തു ലേറ്റർ. അപ്പോൾ എന്താ കണ്ടത്? അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തതും ഫൗണ്ട് ചെയ്തതുമായ, അതായത് തിയററ്റിക്കലും അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്തതുമായ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഗ്യാപ്പിന്റെ കാര്യം. അത് പ്രഡിക്റ്റ് ചെയ്തത് വളരെ കറക്റ്റ് ആയിരുന്നു. അന്നേരം എക്സാമ്പിൾ കൂടെ ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. Then write the IUPAC name for the element with atomic number 112. 112 ഉള്ള അറ്റോമിക് നമ്പർ എങ്ങനെയാ നമ്മൾ കൊടുക്കുക? അവരുടെ നെയിം എങ്ങനെയാ ചെയ്യുന്നത്? 1ന് നമ്മൾ എന്തെന്ന് കൊടുക്കണം എന്നാ പറഞ്ഞേ? അൺ എന്ന് കൊടുക്കുക. അൺ. ഓക്കെ, 2 ആണെങ്കിൽ ബൈ എന്ന് കൊടുക്കുക. ലാസ്റ്റ് IUM ആഡ് ചെയ്യുക. ഓക്കെ, അൺ ബൈയും, അതാണ് UUB. ഈ ഒരു ഗ്രാഫ് നോക്കുക. ഇത് അറ്റോമിക് റേഡിയസ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഗ്രാഫാണ്. അറ്റോമിക് റേഡിയസും എന്താണ് അറ്റോമിക് നമ്പരും, ലിഥിയം, ബെറിലിയം, ബോറോൺ, അതായത് പീരിയഡിന്റെ കേസിൽ ഏത് കൊടുത്തേക്കുന്നത്? അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? along a period atomic radius decreases from left to right. effective nuclear charge increase ചെയ്യുന്ന കേസ് ഒക്കെ. അപ്പൊ ഇത് അറ്റോമിക് റേഡിയസ് along the period ആണോ ഗ്രൂപ്പ് ആണോ എന്ന് ആദ്യം പഠിക്കണം. നമ്മൾ പീരിയോഡിക് ടേബിളിലെ കുറച്ച് എലമെന്റ്സ് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞില്ല, up to 18 വരെ. ഓക്കെ, അപ്പൊ ഇത് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇതെന്താണ്? ഒരു പീരിയഡിലെ എലമെന്റ്സ് ആണ്. ഓക്കെ, then next question. Account for the observation that cations are always smaller than the parent atom while anions are always larger than the parent atom. ഓക്കെ, നമ്മൾ കണ്ട റീസൺ തന്നെയാണ്. Then using the above graph, how will you account for the variation of ionization enthalpy in a period? ഓക്കെ, ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി ആയിട്ട് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക? അയണൈസേഷൻ എൻതാൽപ്പിയും അറ്റോമിക് റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താ? നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, കാരണം എന്താണ്? അവർക്ക് ന്യൂക്ലിയസുമായിട്ടുള്ള കണക്ഷൻ, അതായത് അട്രാക്ഷൻ കൂടുതലാണ്. അത് റേഡിയസ് വളരെ കുറവല്ലേ? ഇപ്പൊ റേഡിയസ് കുറവായിരിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഒത്തിരി എനർജി കൊടുത്താലേ ആ ഒരു പീരീഡിലുള്ളവരിൽ നിന്നും നമുക്ക് ഇലക്ട്രോൺസിന് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ പീരീഡിന്റെ കേസിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റില് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഡ്യൂ ടു ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് ആൻഡ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, അപ്പൊ നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പിയും റേഡിയസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് ഇവിടെ പറയേണ്ടത്. അയണൈസേഷൻ എൻതാൽപ്പിയും റേഡിയസും. അപ്പോ റേഡിയസ് കുറയുന്ന അനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അത് ഓർത്തിരിക്കുക. The next question, a graph showing the variation of atomic radius with atomic number for alkali metal is given below. ഇത് നമ്മൾ കണ്ടാണ് അറ്റോമിക് റേഡിയസും അറ്റോമിക് നമ്പരും. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, LiNaK അത് ഒരു ഡൗൺ ദ ഗ്രൂപ്പിലെ കേസും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതെന്താണ്? ഗ്രൂപ്പ് 17 ആണ്. മറ്റേത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 17ലെയും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് കമന്റ് ഓൺ ദ വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിന്റെ കേസിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പീരീഡിന്റെ കേസ് വിട്ടു, ഗ്രൂപ്പിന്റെ കേസിൽ അറ്റോമിക് റേഡിയസിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മള് ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകും തോറും അവിടുത്തെ നമ്പർ ഓഫ് ഷെല്ല് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷെല്ല് ഇൻക്രീസ് ചെയ്യുമ്പോൾ പുതിയ ഷെല്ലിലോട്ടാണ് നമ്മുടെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോഴത്തേനും, പുതിയ ഷെല്ലിലോട്ട് ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുമ്പോഴത്തേനും
ആ ന്യൂ ഷെല്ലും നമ്മുടെ ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പുതിയ ആൾ വരുമ്പോൾ ഇച്ചിരി വലുതായിക്കൊണ്ടിരിക്കുവാണ് അല്ലേ. നമ്മുടെ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കില് ആ ന്യൂക്ലിയസും ഈ ഔട്ടർ പുതിയ ഷെല്ലുമായിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ എന്താ കുറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേനും ന്യൂക്ലിയസും ഇലക്ട്രോൺസ് തമ്മിൽ ഫാർ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ സൈസ് എന്തായിരിക്കും, ഇൻക്രീസ് ചെയ്യുന്നു. ഡൗൺ എ ഗ്രൂപ്പ് ദ അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽ. അതുപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റും കൂടുതലാണ്. ഇതായത് ഇവിടെ പുതിയ പുതിയ ആൾക്കാരെല്ലാം കൂടെ ഈ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസുമായിട്ട് നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് അല്ലെ, ഷീൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷീൽഡ് ചെയ്യുന്നത് കൂടുന്നത് കൊണ്ട് അവിടുത്തെ റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് അവരുടെ റീസൺ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോവിങ്. ഇതിൽ ഐസോ ഇലക്ട്രോണിക് എന്ന് വെച്ചാൽ എന്തായിരുന്നു, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല ഐസോ ഇലക്ട്രോണിക് എന്ന് പറയുന്നത്. അതിൽ ഐസോ ഇലക്ട്രോണിക് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇലക്ട്രോൺസിന്റെ നമ്പർ നമ്മൾ ആദ്യം ഫസ്റ്റ് എഴുതി വെക്കുക. ഓരോരുത്തരുടെ ഇലക്ട്രോൺ നമ്പർ എഴുതി നോക്കുക. നൈട്രജന്റെ കേസിൽ ഇലക്ട്രോണിന്റെ നമ്പർ എന്ന് പറയുന്നത്, നൈട്രജന്റെ കേസിൽ ഇലക്ട്രോൺ നമ്പർ 7 ആണ്. ഓക്കെ, O2 മൈനസിന് 8 ആണ്. 8ൽ 2 കൂടെ കൂടുക എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ 8 + 2 10. ഫ്ലൂറിന്റേത് 9 ആണ്. 9ൽ നിന്നും ഒരാളും കൂടെ കൂടുന്നു. അപ്പൊ എത്രയാണ്, 10. Mg2+, Mgക്ക് 12 ആണ്. 12ൽ നിന്നും 2 ഇലക്ട്രോൺസ് പോകുന്നു, അപ്പോഴും 10. Al2+, അലുമിനിയത്തിന്റേത് 13 ആണ്. 2 എണ്ണം പോകുമ്പോഴത്തേനും 11 ആവുന്നുള്ളൂ. അപ്പൊ ഇത് കൂട്ടണ്ട. Na+, എന്നയുടെ 11 ആണ്. അതിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ 10. അപ്പൊ ടോട്ടൽ 4 പേർക്ക് എന്താണ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതി നോക്കുക. അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺസ്. പിന്നെ പ്ലസ് വരുന്നത് ഒരാൾ, ഇപ്പൊ ഒരു പ്ലസ് ആണെങ്കിൽ ഒരാൾ ഒരു ഇലക്ട്രോൺ പോകും. ഓക്കെ, ഒരു മൈനസ് ആണെങ്കിൽ ഒരാൾ ആഡ് ചെയ്യും. അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ. ദെൻ Mosley modified Mendeleev's periodic law based on his observations on the X-ray spectra of elements. State the modern periodic law. നമ്മൾ predict ചെയ്തതാണ്. The IUPAC name of the element with atomic number 109. Okay, 109 എന്ന് പറയുമ്പോൾ 1ന് നമ്മൾ എന്താ കൊടുത്തിരുന്നത്, എന്തെന്നായിരുന്നു 1ന് കൊടുത്തത്, അൺ അല്ലേ, അൺ. 0ക്കോ നിൽ, 9നോ എൻ എന്ന് കൊടുക്കും, എൻ. ദെൻ IUM. അപ്പം അൺ, നിൽ, എൻ, IUM. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ UNE എന്ന് പറയും. ദെൻ അനലൈസ് ദ ഫോളോവിങ് ഗ്രാഫ് ബിറ്റ്വീൻ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് അറ്റോമിക് നമ്പർ. ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് അതുള്ള റിസൾട്ട് പറയാനാ പറയുന്നത്. ഇത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതൊരു ഡൗൺ ദ ഗ്രൂപ്പിന്റെ കേസ് അല്ലേ. അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും അവിടുത്തെ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുവാണ്. അതുപോലെ അവരുടെ ഷീൽഡിംഗ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പൊ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പൊ കുറച്ച് അയണൈസേഷൻ എൻതാൽപ്പി മതിയല്ലോ, അതാ പറഞ്ഞേക്കുന്നത്. ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് ആൻഡ് ഷീൽഡിംഗ് എഫക്ട്. ഓക്കെ, നെക്സ്റ്റ്, electron gain enthalpy is the amount of energy released when an isolated gaseous atom accepts an electron to form a monovalent anion. Electron gain enthalpy definition തന്നിട്ട് the values of electron gain enthalpy with atomic number of halogens are given below. നമുക്ക് കുറച്ച് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് ആരുടെയാണ്, ഹാലജൻസിന്റെ കേസിലാണ്. Then question ചോദിച്ചിരിക്കുന്നത്, why electron gain enthalpy decreases from chlorine to iodine. ഫ്ലൂറിനും ക്ലോറിനും ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. അപ്പൊ നമ്മൾ ക്ലോറിൻ ടു അയഡിന്റെ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് എൻതാൽപ്പി ക്ലോറിൻ ടു അയഡിൻ ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുന്തോറും ഡിക്രീസ് ചെയ്യുന്നു അല്ലെ, ലെസ് നെഗറ്റീവ് ആവുന്നു. അതിന് റീസൺ എന്താണ്? ഓക്കെ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടുത്തെ ആറ്റത്തിന്റെ സൈസ് എന്താണ്, നമ്മൾ ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ പുതിയ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പുതിയ ഷെല്ലിലോട്ടാ പോകുന്നത്. അപ്പൊ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ന് പറയുന്നത് ഇവിടെ കുറവായിരിക്കും. ഓക്കെ, സ്ക്രീനിങ് എഫക്റ്റ് കൂടുന്നുണ്ട്, അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവാണ് താഴോട്ട് പോകുന്തോറും. സോ അവിടെ ഇലക്ട്രോണെ ആഡ് ചെയ്യുന്നത് ഒരു ഈസിയാണ്. ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ സ്ക്രീനിങ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ എന്താണ് ഇലക്ട്രോണിക് എൻതാൽപ്പി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു.
Then chlorine has more electronic enthalpy than fluorine. Why? തൊട്ട് മുന്നേ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ് ക്ലോറിൻ. ഓക്കെ, അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നോക്കുക. Then identify the largest and smallest ion given below. ഇത് നോക്കുക. ഇതിൽ ലാർജസ്റ്റ് സ്മോളസ്റ്റ് അയോൺ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ടു, നമ്മൾ ആദ്യം ഇവരുടെ പൊസിഷൻ ഒന്ന് നോക്കി വെക്കുക. പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷൻ നോക്കുക. ഓക്സിജനും ഫ്ലൂറിനും തൊട്ടടുത്ത് കിടക്കുന്നവരാണ്. ഓക്സിജനും ഫ്ലൂറിനും. സോഡിയവും മഗ്നീഷ്യവും ഓക്കെ. ഇതിൽ Na+ ആണ്, ഇത് Mg2+ ആണ്, ഇത് O2- ആണ്, F- ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആനിയോണിനായിരിക്കും സൈസ് കൂടുതൽ എന്ന് പഠിച്ചു. അതിൽ തന്നെ ലാർജർ നമ്പർ ഓഫ് ആനിയോൺസിനാണ് ലാർജ് സൈസ്. അപ്പൊ ഇതിൽ ഹയർ നെഗറ്റീവ് ചാർജ് ഉള്ള ആർക്കാണ്? O2- ആണ്. അപ്പൊ അവരാണ് ലാർജ് സൈസ്. ദെൻ സ്മോൾ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള കാറ്റോൺസ് സ്മോൾ സൈസ് ആണ്. അതിൽ തന്നെ ഏറ്റവും നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് വരുന്ന ആളായിരിക്കും ഏറ്റവും സ്മോള്. സോ ഇവിടെ ആരാണ്? Mg2+ ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സ്മോള്, കാരണം അവരുടെ പോസിറ്റീവ് ചാർജ് 2+ ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the reactivity of an element is very much related to its ionization enthalpy. In general, ionization enthalpy increases from left to right across a period. Give reason. Okay, ionization enthalpy എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റിൽ പോകുന്നതോറും എന്ത് ചെയ്യുവാന്ന് പറഞ്ഞത്? ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അതായത് പീരിയഡിലോട്ട് പോകുന്നതോറും ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ന്യൂക്ലിയസ്. അവിടുത്തെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് നമ്മൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? കൂടുതലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിപ്പൾഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഈച്ച് അതർ, അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട്. ഈ നമ്മൾ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോകുമ്പോൾ സ്ക്രീനിങ് എഫക്റ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സ്ക്രീനിങ് എഫക്ട് അവിടെ കൺസിഡർ ചെയ്യേണ്ട. ഒരു പീരിയഡിലോട്ട് പോകുന്നതോടെ നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് മാത്രം നോക്കിയാൽ മതി. അവിടുത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ആണ്, അല്ലെ? അതുകൊണ്ടാണ്. അതുപോലെ അറ്റോമിക് സൈസ് കുറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുന്നത്. Then observe the following graph in which first ionization enthalpies of elements of the second period are plotted against their atomic number. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാഫ് നമ്മൾ പഠിച്ച ഗ്രാഫാണ്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിലെ അയനൈസേഷൻ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ എല്ലാം പീരീഡിലോട്ട് പോകുന്നതും ഇൻക്രീസ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ബോറോണിനും ബോറോണും ഓക്സിജനും കേസിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഇൻക്രീസ് ആണ്. പക്ഷെ ഇവർക്ക് എന്താണ്? ഡിക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവരുടെ കറസ്പോണ്ടിങ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ബെറിലിയത്തിൻ്റെത് 1s2, ഇത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1s2 2s2 ആണ്. ബോറോന്റെ കേസിൽ 1s2 2s2 2p1. ഓക്കെ, അപ്പൊ ഈ ബെറിലിയത്തിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രോണിന് എസ് ഇലക്ട്രോണിൽ നിന്നും റിലീസ് ചെയ്യും. എക്സ് ഇലക്ട്രോണാണ് ഇലക്ട്രോൺസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. എന്നാൽ ബോറോന്റെ കേസിൽ പി ഇലക്ട്രോണിൽ നിന്നാണ് നമുക്ക് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് മോർ അട്രാക്റ്റഡ് ആണ് ദാൻ പി ഇലക്ട്രോൺസ്. അപ്പോൾ 2p ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്? അവർക്ക് ഷീൽഡിംഗ് ഉണ്ട്. ഇന്നർ ഇലക്ട്രോൺസിന്റെ ഷീൽഡിങ് പീക്ക്. അതുകൊണ്ട് തന്നെ അവർ അത്ര അട്രാക്റ്റഡ് അല്ല. അപ്പൊ ബോറോണിലെ കേസ് ആണെങ്കിൽ അവിടെ പി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള 1s 2s ഇലക്ട്രോൺസുമായിട്ട് ഒരു എന്താ പെനട്രേഷൻ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അകത്തു നിന്നും ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ ബെറിലിയത്തിന്റെ കേസിൽ എസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് അടുത്തിരിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക ഇച്ചിരി പാടാണ് ആസ് കമ്പയർ ടു ബോറോൺ. പോയി കഴിഞ്ഞാൽ അവർ 1s 2s എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് കോൺഫിഗറേഷൻ അവർക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് അവർ ആ പിയിൽ നിന്ന് ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കേസ് ആണ് നൈട്രജന്റെയും ഓക്സിജന്റെയും നോക്കുക. നൈട്രജന്റെ കേസിൽ 1s2
2s2 2p3 ആണ്. ഓക്സിജന്റെ കേസിൽ 1s2 2s2 2p4 ആണ്. ഓക്കെ, ഈ നൈട്രജൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താ 3 2p ഇലക്ട്രോൺസ് ആണ്. അതും മൂന്ന് ഓർബിറ്റൽസിലല്ലേ, അല്ലേ? ഇങ്ങനല്ലേ പി ഓർബിറ്റൽസ് നമ്മൾ വരയ്ക്കുന്നത്. 3 ഇലക്ട്രോൺസ് മൂന്ന് ലെവൽസിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എന്താണ്, അവര് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്, അവിടുത്തെ റിപ്പൾഷൻ കുറവാണ്. സോ ഇവർ എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും. എന്നാൽ ഓക്സിജന്റെ കേസിൽ 1 2 3 ഒരു 4 ഒരാൾ രണ്ടുപേരും ഒരേ ഒരു ഓർബിറ്റൽ തന്നെയല്ലേ. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്താണ്, കൂടുതലാണ്. അപ്പൊ റിപ്പൾഷൻ കൂടുതലാകുമ്പോൾ അത് കുറയ്ക്കണം. അതിന് അവർ എന്ത് ചെയ്യാൻ നോക്കും, ആ 4th ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നോക്കും. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും സ്റ്റേബിൾ ആയിട്ടുള്ള 2p3 കോൺഫിഗറേഷനിലോട്ട് വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ എന്ന് പറയുമ്പോഴത്തേനും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അവർ വേഗം ആ ഒരു പിയിലുള്ള ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Boron and oxygen have lower ionization enthalpy than expected. This is because after the removal of one electron, boron gets the stable fully filled configuration and oxygen gets a stable half filled configuration. Okay. Then IUPAC has made some recommendations to name elements with atomic number above 100. Okay, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 104 ആയിട്ടുള്ള എലമെന്റിന്റെ നെയിം ചെയ്യുക. എളുപ്പമാണല്ലോ, തന്നെയും ചെയ്യാന്നല്ലേ ഉള്ളൂ. അൺനിൽ, ക്വാഡ്, IUM അത് പഠിച്ചു വെക്കുക കേട്ടോ. ഏതെങ്കിലും ഒരാളുടെ തന്നിട്ട് നമ്മളോട് നെയിമിങ് ചെയ്യാൻ ചോദിക്കാം. ഇലക്ട്രോനെഗറ്റിവിറ്റി is the ability of an element to attract a shared pair of electrons. നമ്മൾ കണ്ട ഡെഫിനിഷൻ ആണ്. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള എബിലിറ്റി ആണ്. The name is numerical scale of electronegativity of elements. ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് എന്തായിരുന്നു, പോളിംഗ് സ്കെയിൽ. ഓക്കെ, ആ പേര് പോളിംഗ് സ്കെയിൽ. Then next question, give reason. Phosphorus forms PCl5 while nitrogen cannot form NCl5. Why? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുന്നേ നമ്മള് ഒരു കാര്യം നോക്കേണ്ടിയിരിക്കുന്നു. അതായത് ഓക്കെ, അതായത് ചില ഓക്കെ നമ്മുടെ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരിയഡ് എലമെന്റ്സ് എന്നൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഞാനത് ക്ലാസ് എടുത്തില്ലായിരുന്നു. ഓക്കെ, ഞാനിപ്പോ അത് ഒന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ക്വസ്റ്റിനോട്ട് കിടക്കാം. നമുക്ക് അതൊന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, നോക്കോളൂ. നമ്മുടെ ഗ്രൂപ്പ് 1 ലിഥിയം, ദെൻ ഗ്രൂപ്പ് 2 ബെറിലിയം, ദെൻ ഗ്രൂപ്പ് 13 ബോറോൺ, ദെൻ സോഡിയം, ഇവിടെ മഗ്നീഷ്യം, അലുമിനിയം. ഓക്കെ, ഇവര് നമ്മുടെ ഗ്രൂപ്പ് 1 2 ഗ്രൂപ്പ് 13 കുറച്ച് എലമെന്റ്സ് ആണ്. ഇതിൽ ഗ്രൂപ്പ് 1 ഫസ്റ്റ് എലമെന്റ് ആയ ലിഥിയവും ഗ്രൂപ്പ് 2 ബെറിലിയവും, ഈ ഗ്രൂപ്പ് 13 തൊട്ട് 17 വരെ ഉള്ളതിലെ ഗ്രൂപ്പ് 13 തൊട്ട് 17 വരെയുള്ള ഓരോ ഫസ്റ്റ് എലമെന്റും അവരുടെ തൊട്ട് താഴെയുള്ള മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ പ്രോപ്പർട്ടീസിൽ കുറച്ച് ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ദെൻ ഗ്രൂപ്പ് 13 തൊട്ട് 17 വരെയുള്ള ഗ്രൂപ്പ്സിലെ ഫസ്റ്റ് എലമെന്റ്സ് അവരുടെ തൊട്ട് താഴെയുള്ള മറ്റു മെമ്പേഴ്സുമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസിൽ ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ലിഥിയവും അതുപോലെ ബെറിലിയവും ഇവര് രണ്ടുപേരും കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുക. കോവലന്റ് കോമ്പൗണ്ട്സ്. ഓക്കെ, എന്നാൽ തൊട്ട് താഴെയുള്ള മറ്റ് റെസ്പെക്റ്റീവ് ഗ്രൂപ്പിലുള്ളവര് അയോണിക് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടീസിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ലിഥിയവും ബെറിലിയവും മറ്റ് അവർ തൊട്ട് താഴെയുള്ള എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് കോവലന്റ് ക്യാരക്ടർ ആണ് എക്സ്പ്രസ് ചെയ്യുക. എന്നാൽ അവരുടെ മറ്റു മെമ്പേഴ്സ്, ആ ഗ്രൂപ്പിലെ തന്നെയുള്ള മറ്റു മെമ്പേഴ്സ് അയോണിക് കോമ്പൗണ്ട്സ് ആണ് തരിക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാല് ഈ ലിഥിയത്തിന് നമ്മുടെ
സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള സെക്കൻഡ് ഗ്രൂപ്പിലെ സെക്കൻഡ് എലമെന്റ് ആയിട്ടുള്ള മഗ്നീഷ്യവുമായിട്ടാണ് കൂടുതൽ ബിഹേവിയറിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. ദെൻ ബെറിലിയം ആണെങ്കിൽ അലുമിനിയവുമായിട്ടാണ് കൂടുതൽ സിമിലാരിറ്റി. അതായത് എന്താണ് ഇതിനെ നമുക്കൊരു ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം അല്ലെ. ഡയഗണൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? നമ്മൾ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരയ്ക്കുക? അതാണ് ഇവിടെ ലിഥിയത്തിന് മഗ്നീഷ്യവുമായിട്ടും ബെറിലിയത്തിന് അലുമിനിയവുമായിട്ടാണ് കൂടുതൽ സിമിലാരിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും ഈ ഒരു ഡിഫറെന്റ് കെമിക്കൽ ബിഹേവിയറിന് കാരണം? ഈ ഫസ്റ്റ് മെമ്പർ മാത്രം എസിന്റെയും പിയിലെയും കേസിലുള്ളൂ. ഡിയുടെ കാര്യമല്ല പറഞ്ഞേക്കുന്നത്. എസ് ബ്ലോക്കിന്റെ കേസിലും പി ബ്ലോക്കിന്റെ കേസിലും ഈ രണ്ട് ബ്ലോക്കിലുള്ള എലമെന്റ്സിനാണ് ഈ ഒരു അനോമലസ് പ്രോപ്പർട്ടി ഇവർ കാണിക്കുന്നത്. അതിന്റെ റീസൺ എന്താണ്? ഓക്കെ, അതിനുള്ള റീസൺ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്മോൾ സൈസ് ആണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് കിടക്കുന്ന എലമെന്റ് എപ്പോഴും സ്മോൾ ആയിരിക്കും. താഴോട്ട് പോകുന്തോറുമാണ് അവരുടെ ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുന്തോറുമാണ് അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇവര് സ്മോൾ സൈസ് ആണ്. അവരുടെ ഫസ്റ്റ് എലമെന്റ്സ് എല്ലാം എന്താണ്? സ്മോൾ സൈസ് ആണ്. താഴോട്ട് പോകുന്തോറും അവരുടെ സൈസ് കൂടി വരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റീസൺ ഡ്യൂ ടു ദർ സ്മോൾ സൈസ്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ലാർജ് ചാർജ് ബൈ റേഡിയസ് റേഷ്യോ. ഓക്കെ, ചാർജ് റേഡിയസ്, ആ റേഷ്യോ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റിന് ഹൈ ആയിരിക്കും. ദെൻ തേർഡ് റീസൺ എന്ന് പറയുന്നത് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഓക്കെ, തേർഡ് റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെ, ഫസ്റ്റത്തെ ആൾക്കാർക്കായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. താഴോട്ട് പോകുന്തോറും ഡൗൺ ദ ഗ്രൂപ്പിലോട്ട് പോകുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. ഓക്കെ, നമ്മളത് കണ്ടതാണ്. അപ്പൊ ഫസ്റ്റത്തെ എലമെന്റിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് റീസൺ ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് എസിലെയും പിയിലെയും ഫസ്റ്റ് എലമെന്റ് തൊട്ട് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിലെ മെമ്പേഴ്സിൽ നിന്നും ഒരു അനോമലസ് പ്രോപ്പർട്ടീസ് എക്സ്പ്രസ് ചെയ്യാനുള്ള കാരണം? ഫസ്റ്റ് റീസൺ ഡ്യൂ ടു ദർ സ്മോൾ സൈസ്, സെക്കൻഡ് ലാർജ് ചാർജ് ബൈ റേഡിയസ് റേഷ്യോ, ദെൻ തേർഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദി എലമെന്റ്സ്. ഇത് കൂടാതെ വേറൊരു റീസൺ കൂടെ ഉണ്ട്. ഈ ഫസ്റ്റ് മെമ്പേഴ്സ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് മെമ്പേഴ്സിൽ അവർക്ക് 2s അല്ലെങ്കിൽ 2p, ഇത് എത്ര ഓർബിറ്റൽസ് ആണ്? എസിൽ നിന്നും 1, പിയിൽ നിന്നും 3 അല്ലെ. ഇപ്പൊ ടോട്ടൽ 4 ഓർബിറ്റൽസ് മാത്രമേ ഈ ഫസ്റ്റ് മെമ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അപ്പൊ ഇവർക്ക് 4 ബോൺസ് മാത്രമേ ബോണ്ടിങ്ങിന് അവൈലബിൾ ആയിട്ട് 4 ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ. എന്നാൽ സെക്കൻഡ് മെമ്പേഴ്സിന്, ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് മെമ്പേഴ്സിന്റെ കാര്യം എന്താ പറഞ്ഞത്? ആ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പേഴ്സിന് ഓൺലി 4 ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 4 ഓർബിറ്റൽസ് ഉള്ളൂ എന്ന് വെച്ചാൽ ഇവർക്ക് 4 ബോണ്ടിങ്ങിന് അവൈലബിൾ ആയിട്ട് ഈ 4 ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ മാക്സിമം അപ് ടു 4 വരെ ഇവർക്ക് ബോണ്ടിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ തൊട്ട് താഴെയുള്ള സെക്കൻഡ് മെമ്പേഴ്സിന് എസും ഉണ്ട്, പിയും ഉണ്ട്, ഡിയും ഉണ്ട്. അപ്പൊ എസിൽ നിന്നും 1, പിയിൽ നിന്നും 3, ഡിയിൽ നിന്നും 5. ഓക്കെ, ഇപ്പൊ ടോട്ടൽ 9 ഓർബിറ്റൽസ് വരെ ഇവർക്ക് ബോണ്ടിങ്ങിലുണ്ട്. അപ്പോ 9 വാലൻസ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് മെമ്പേഴ്സിന്റെ കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ബോറോന്റെ കേസ്. ബോറോൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 30 ഫസ്റ്റ് മെമ്പർ അല്ലേ. അപ്പൊ ബോറോന്റെ വാലൻസി 4 ഉള്ളൂ. അപ്പൊ BF4 മൈനസ് ഇത്രയും വരെ ഇവർക്ക് അവരുടെ കോവാലൻസി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. 4ന്റെ അപ്പുറത്തോട്ട് ഇവർക്ക് പോകാൻ പറ്റുകയില്ല. എന്നാൽ അവരുടെ തന്നെ മറ്റ് മെമ്പേഴ്സിൽ ബോറോണിന് തൊട്ട് താഴെ അലുമിനിയം ഉണ്ട്. ഈ അലുമിനിയത്തിന് അവരുടെ കോവാലൻസി അപ് ടു 6 വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. AlF6 3- ഉള്ള കോമ്പൗണ്ട് വരെ ഇവർക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് മോർ ദാൻ 4ൽ കൂടുതൽ ഇലക്ട്രോൺസിനെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തു വെക്കുക. അതായത് ഫസ്റ്റ് മെമ്പേഴ്സിന് എപ്പോഴും അപ് ടു 4 വരെ കോവാലൻസി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ തൊട്ട് താഴെയുള്ള എലമെന്റ്സിന് 4 കഴിഞ്ഞിട്ടും ഉള്ള മോർ ദാൻ 4 ഇലക്ട്രോൺസിൽ കൂടുതൽ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, റീസൺസ് ക്ലിയർ ആയല്ലോ. അവർക്ക്
എസും പിയും ഡിയും അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണ് 9 ഓർബിറ്റൽസ് അവർക്ക് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കൂടാതെ പി ബ്ലോക്ക് എലമെന്റ്സിലെ ഫസ്റ്റ് മെമ്പേഴ്സിന് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്. അതായത് കാർബൺ തന്നെ, അവർക്ക് കാർബണിനോട് തന്നെ കാർബൺ അവർക്ക് തന്നെ പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. കാർബൺ പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുപോലെ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് കൂടാതെ ഈ കാർബണിന് തൊട്ട് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആയിട്ടുള്ള കാർബണിന് തൊട്ടടുത്തുള്ള ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. കാർബണിന് പൈ ബോണ്ട് ആണ് കേട്ടോ, നൈട്രജനുമായിട്ട് പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. മറ്റ് താഴെയുള്ള മെമ്പേഴ്സിന് ഈ ഒരു പ്രോപ്പർട്ടീസ് ഇല്ല. ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ആ അനോമലസിൽ പറയേണ്ട ഒരു കാര്യമാണ്, ഇവർക്ക് ഫസ്റ്റ് കിടക്കുന്ന മെമ്പേഴ്സിന്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് ഇവർക്ക് അവരോട് തന്നെയും, അതായത് അവരോട് തന്നെയും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് എലമെന്റിനോടും പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആ ക്വസ്റ്റിനോട് തിരിച്ചു പോവാം. എന്തായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ? ഓക്കെ, ഫോസ്ഫറസ് ഫോംസ് PCl5. ഫോസ്ഫറസ് എന്ന് പറയുന്നത് സെക്കൻഡ് പീരീഡിലെ ആളാണ് കേട്ടോ. അതായത് നൈട്രജന് താഴെയുള്ള ആളാണ് ഫോസ്ഫറസ്. അപ്പൊ ഈ ഫോസ്ഫറസിന് PCl5 ഫോം ചെയ്യാൻ പറ്റും, പക്ഷെ നൈട്രജന് MCl5 ഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ റീസൺ എന്തായിരുന്നു? നൈട്രജൻ എന്ത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ? എസും പി ഓർബിറ്റൽസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫോസ്ഫറസിനാണെങ്കിൽ എസും പിയും ഡിയും അവൈലബിൾ ആണ്. സോ ദേ ക്യാൻ എക്സ്പാൻഡ് ദെയർ കോവാലൻസി ആഫ്റ്റർ 4. ഓക്കെ, ബിയോണ്ട് 4 അപ്പുറത്തോട്ട് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഫോസ്ഫറസിന്റെ കേസിൽ. Then next question, the first ionization enthalpy of oxygen is smaller compared to nitrogen. നമ്മൾ കണ്ട ക്വസ്റ്റൻ ആയിരുന്നു. ഓക്സിജന്റെയും നൈട്രജന്റെയും കേസിൽ അനോമലസ് ബിഹേവിയർ ആണ്. ഓക്സിജന് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫസ്റ്റ് ഇലക്ട്രോണെ ലോസ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എനർജി അല്ലേ. അപ്പോ ഓക്സിജന്റെ കേസിൽ 2s2p4 ആണ്. അപ്പൊ 4ന്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോണെ അവര് ലോസ് ചെയ്യും, എളുപ്പമാണ്. ദെൻ 2p3 ആക്കി മാറ്റാൻ പറ്റുമല്ലോ. പക്ഷെ നൈട്രജന്റെ കേസിൽ 2p3യിൽ നിന്നും ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുക ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ എനർജി കൂടുതൽ വേണ്ടി വരും നൈട്രജന്. ഓക്കെ, the next question. The first member of a group of elements in the S and P block differs from the rest of the family in chemical behavior. Write any one reason for this. നമ്മൾ പറഞ്ഞാണ് എസിലെയും ബിയിലെയും പിയിലെയും എന്താ എലമെന്റ്സ് മറ്റ് മെമ്പേഴ്സിൽ നിന്നും ഡിഫറെന്റ് ആണ്, പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്. അതിന്റെ റീസൺ എന്തായിരുന്നു? ഡ്യൂ ടു ദെയർ സ്മോളർ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദെൻ ലാർജ് ചാർജ് ബൈ സൈസ് റേഷ്യോ, ദെൻ എന്തായിരുന്നു? അവർക്ക് ദേ ഹാവ് ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഇത്രയും പറയുക. ദെൻ റൈറ്റ് ദ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ ഡി ബ്ലോക്ക് പഠിച്ച കേസിൽ ആ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? n-1 d1 to 10 അല്ലേ. ദെൻ ns 0 to 2. ഇത് പഠിച്ചു വെക്കുക കേട്ടോ. n-1 d1 to 10 ns 0 to 2. ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Then the first ionization enthalpy of sodium is lower than that of magnesium, but its second ionization enthalpy is higher than that of magnesium. Explain. അതായത് സോഡിയത്തിന്റെ ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്നാൽ അവരുടെ സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അതിന്റെ റീസൺ എന്താ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ. സോഡിയത്തിന്റെ 3s1 ആണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോഴല്ലേ അത് Na+ ആവുക. അതായത് 3s1 കളഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആയിട്ടുള്ള എന്താ 1s2 2s2 2p6 അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, 2p6 ആകാൻ പറ്റും. എന്നാൽ Na2+ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ കളയണം. അപ്പൊ ഈ 2p6 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ അല്ലേ.
അപ്പൊ ഇതിന്റെ അകത്തു നിന്ന് ഇനിയും ഒരു ഇലക്ട്രോണെ കളയാൻ ഇവർക്ക് എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷെ Na+ ആവാൻ 3s1 ഇലക്ട്രോൺ അവർ എളുപ്പത്തിൽ ലൂസ് ചെയ്തോളും, കാരണം അവർക്ക് ഈ ഒരു കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആകാം. പക്ഷെ ഇതിന്റെ അകത്തു നിന്നും ഈ Na+ന്റെ അകത്തു നിന്നും വീണ്ടും ഒരു ഇലക്ട്രോണെ കളഞ്ഞ് Na2+ ആകാൻ ഇവർക്ക് എനർജി ഒരുപാട് വേണ്ടി വരും. എന്നാൽ Mg2+ന്റെ കേസിൽ, അതായത് സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി സോഡിയത്തിന് കൂടുതലായിരിക്കും. നമ്മൾ Mgയുടെ കേസ് എടുത്തു നോക്കുമ്പോൾ മഗ്നീഷ്യത്തിന്റെ കോൺഫിഗറേഷൻ 3s2 ആണ് അല്ലെ. ഈ 3s2ൽ നിന്നും ഒരു ഇലക്ട്രോണെ കളയാൻ ഇവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്, കാരണം എസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ അവർ കളഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അവരെന്തായിട്ട് മാറി? Mg+ ആയില്ലേ. ഈ Mg+ൽ നിന്നും വീണ്ടും ഒരു ഇലക്ട്രോണെ കളയാൻ അവർ എളുപ്പത്തിൽ നടക്കും, കാരണം അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആയി മാറാൻ പറ്റും ഈ 3s1ൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മഗ്നീഷ്യത്തിന്റെ ഫസ്റ്റ് അയനൈസേഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്, പക്ഷെ സെക്കൻഡ് അയനൈസേഷൻ ലോ ആണ്. ഓക്കെ, എന്നാൽ സോഡിയത്തിന്റെ ഫസ്റ്റ് അയനൈസേഷൻ ലോ ആണ്, സെക്കൻഡ് അയനൈസേഷൻ ഹൈ ആണ്. ഓക്കെ, ആ ഒരു റീസൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നോക്കി പറയാം. ഓക്കെ, എപ്പോഴും അവർ സ്റ്റേബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ടുള്ള കോൺഫിഗറേഷനിലാണ് എത്താൻ ശ്രമിക്കുക. അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നവരിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ ഹയർ എനർജി വേണ്ടി വരും. എന്നാൽ ഒരെണ്ണം കളഞ്ഞിട്ട് സ്റ്റേബിൾ ആകാൻ പറ്റുന്നവർക്കാണെങ്കിൽ അവരുടെ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസിഷൻ എലമെന്റ്സ് were placed in groups 3 and group 12 of the periodic table. Give any two characteristics of transition elements. Transition elements എന്ന് വെച്ചാൽ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ. അപ്പൊ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഗ്രൂപ്പ് 3ലും അതുപോലെ ഗ്രൂപ്പ് 12നും ആ ഒരു സ്പേസ് ആണ്. ഗ്രൂപ്പ് 3 to 12 ആണ് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സിനുള്ളത്. ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഏതെങ്കിലും രണ്ട് പ്രോപ്പർട്ടീസ് പറയുക. നമ്മൾ ഒത്തിരി പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്താ പഠിച്ചത്? നമ്മൾ പഠിച്ചു they are all metals, ഒരു പോയിന്റ്. then they form colored ions, then they have variable valency and they are paramagnetic and they are used as catalyst. Okay, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീസോ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. they are all metals, they form colored ions or compounds, they show variable oxidation states and valencies, most of them are paramagnetic and they show catalytic properties. ഏതെങ്കിലും രണ്ടെണ്ണം പഠിക്കുക. then does the ionization enthalpy decreases along a group? give reason. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുവാണോ? യെസ്, അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുവാണ്. അതിന് കാരണം എന്താണ്? അറ്റോമിക് സൈസ് ഡിക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. യെസ്, ഓക്കെ. അപ്പൊ താഴോട്ട് പോകുന്നതോറും അയനൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യാനുള്ള കാരണം സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഷീൽഡിങ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, റിപ്പീറ്റഡ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻസ്. The names of elements with atomic number greater than 100 are given by IUPAC. Then atomic number un and by ഉള്ളത് ഇതൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. 112 ആണ് കേട്ടോ. and by എന്ന് പറയുമ്പോൾ 2 അല്ലേ, അപ്പൊ 112 ആണ് ഇവരുടെ ആൻസർ. Then why is potassium considered an S block element? പൊട്ടാസ്യത്തിന് S block എലമെന്റിൽ പ്ലേസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് അവരുടെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4s1 ആണ്. അതായത് അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്താണ്? എസ് ഓർബിറ്റലിലല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇത് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ, ഏത് ഓർബിറ്റലിലാണോ ഫില്ല് ചെയ്യുന്നത് ആ ഓർബിറ്റലിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ബ്ലോക്ക് പറയുക. The next question, the first ionization enthalpy of second period elements generally increases from left to right along the period. Give reason. ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ജനറലി ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുവാണ് അല്ലെ, കൂടി വരുവാണ്. കാരണം എന്താ? അവിടുത്തെ അറ്റോമിക് സൈസ് കുറവാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാളെ ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്യാന്ന് വെച്ചാൽ ഒത്തിരി എനർജി വേണ്ടി വരും. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയനൈസേഷൻ എൻതാൽപ്പി ആൻഡ് അറ്റോമിക് റേഡിയസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് പ്രോപ്പർട്ടീസ്. അയനൈസേഷൻ എൻതാൽപ്പിയും അറ്റോമിക് റേഡിയസും എന്നും പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇനി ഈ ഗ്രാഫ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു ഡിറൈവ് ഫ്രം ദ ഗ്രാഫ് റിഗാർഡിംഗ് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പീസ് ഓഫ് ആൽക്കലി ആൻഡ് നോബിൾ ഗ്യാസ് മെറ്റൽസ്? നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, നമ്മളിത് ഡിസ്കസ് ചെയ്താണ്. അതായത് മാക്സിമം ആണ് അയനൈസേഷൻ എൻതാൽപ്പി ഏറ്റവും മാക്സിമം ആണ് ആർക്ക് വരുന്നത്? നോബിൾ ഗ്യാസസിന് വരുന്നത്. കാരണം അവർക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എന്നാൽ ആൽക്കലി മെറ്റൽസിനാണ് ഏറ്റവും മിനിമം വരുന്നത്. ഓക്കെ, അതിന് കാരണം എന്താണ്? അവർക്ക് ലോ അയനൈസേഷൻ എൻതാൽപ്പി ആണ്.
അതുപോലെ ദേ ആർ ഹൈലി റിയാക്റ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് റീസൺ പറഞ്ഞത്? In a period, alkali metals have least ionization enthalpy and noble gases have the most. This is because after the removal of only one electron from the valence shell, alkali metals gets the stable, completely filled electronic configuration. Alkali metals ഒരു ഇലക്ട്രോണെ ലോസ് ചെയ്താൽ അവർ സ്റ്റേബിൾ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആകും. അതുകൊണ്ട് തന്നെ അവർക്ക് ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. നോബിൾ ഗ്യാസസ് ഹാവ് സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ, സോ ദേ ഹാവ് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. എന്നാൽ നോബിൾ ഗ്യാസസിന് അവർക്ക് സ്റ്റേബിൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അവരിൽ നിന്നും ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി. Then aluminium forms AlF6 minus, whereas boron cannot form BF3 minus, but forms BF4 minus, even though both belong to the same group. നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. അലുമിനിയത്തിന് AlF6 മൈനസ് ഫോം ചെയ്യാൻ പറ്റും, പക്ഷെ ബോറോണിന് BF4 മൈനസേ പറ്റുള്ളൂ. കാരണം എന്താണ്? ബോറോൺ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് എസും പിയും ആണ്. അപ്പൊ മാക്സിമം 4 ബോണ്ടിങ്ങേ പോസിബിൾ ഉള്ളൂ. പക്ഷെ അലുമിനിയത്തിന് എസും പിയും ഡിയും വരെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ they can expand their covalency beyond 4. Okay, due to the presence of vacant d orbitals. ആ പോയിന്റ് ഓർക്കുക, അലുമിനിയത്തിൽ വേക്കന്റ് ആയിട്ടുള്ള p orbitals ഉണ്ട്. So they can extend its covalency beyond 4. So it can form AlF6 minus. But in boron, there is no vacant d orbitals. So its maximum covalency is 4. ബോറോന്റെ കേസിൽ അവർക്ക് എന്തില്ല, വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. അതുകൊണ്ടാണ് അവരുടെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് എന്താണ്, 4 വരെ പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെ പല പല ഇതിൽ ക്വസ്റ്റ്യൻസ് മാറ്റി മാറ്റി നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.